വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും കടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ കാര്യക്ഷമമാക്കാത്തതിൽ കടുത്ത അതൃപ്തിയുമായി ബന്ധുക്കളും മത്സ്യത്തൊഴിലാളികളും രംഗത്ത്. 6 ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് ജോണിന്റെ മകൾ ജിജി ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാന്ത്വന സജു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സാന്ത്വന, ജീവനാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ എത്രയോ നാളുകളായി മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകുന്നുണ്ട്. അവിടെയുള്ള മനുഷ്യർ മുഴുവനും ഇതിനൊരു അവസാനമില്ലല്ലോ ഈ പ്രതിസന്ധിക്ക് എന്നത് പറയുകയുമാണ്. ഇപ്പോഴും എവിടെയുണ്ട് എന്നറിയാത്ത കുറേ ആളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണവർ. തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യവും. സാന്ത്വന, അതുതന്നെയാണ് മധു. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധി അവസാനിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 6 ദിവസമായി വിഴിഞ്ഞത്തു നിന്ന് മത്സ്യബന്ധനത്തിന് പോയി വിഴിഞ്ഞം സ്വദേശി തന്നെ ആയിട്ടുള്ള ജോണിനെ കാണാതായിട്ട് 55 വയസ്സുകാരനായിരുന്നു. ആ കുടുംബം മുഴുവൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ് മധു. എന്താണ് സംഭവിച്ചത് എന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. കൃത്യമായി എവിടെയാണ് അപകടമുണ്ടായത്, എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോസ്റ്റ് ഗാർഡിനോടും കോസ്റ്റൽ പോലീസിനോടും ഒക്കെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ജോണിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 പേരും രക്ഷപ്പെട്ടു വന്നവരാണ്. അവരെല്ലാം കൃത്യമായി എവിടെയാണ്, എത്ര നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നടക്കം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദിവസം ഇത്രയും കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ ആരോപണങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കുടുംബം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ വലിയ ഊർജിതമാക്കുമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായി ഒരു തരത്തിലുള്ള തിരച്ചിലും നടക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുമ്പോൾ 1-2 മണിക്കൂർ ഇവരെ കാണിക്കാൻ വേണ്ടി ഒരു തിരച്ചിൽ നടത്തും. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും നടക്കുന്നില്ല എന്നുള്ള ആരോപണം തന്നെയാണ് കുടുംബം പറയുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ജോണിന്റെ മകളാണ്. ഇന്നലെയും നമ്മൾ ഇതേ കാര്യം സംസാരിച്ചതാണ്. ഇന്നലെ ഇപ്പോൾ കളക്ടറോട് അടക്കം സംസാരിച്ചിരുന്നു. എന്താണ് കളക്ടർ ഇതിൽ എന്താണ് പറയുന്നത്? കളക്ടർ പറഞ്ഞ റിപ്ലൈ എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഏത് രീതിയിലാണോ സെർച്ച് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഞങ്ങളെ അങ്ങോട്ട് എഴുതി കൊടുക്കാനാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ നിങ്ങൾക്ക് അറിയാവുന്നുള്ളത്? ഞങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്? ഇതുവരെ നിങ്ങൾ നടത്തിയ തിരച്ചിലുകൾ ഒന്നും തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് ഇവർ കോസ്റ്റ് ഗാർഡ് ഞങ്ങളോട് പറഞ്ഞത് ഒരു 2 എയർക്രാഫ്റ്റ് എന്തോ ഇറക്കുന്നുണ്ട്, ഫാൽക്കന്റെ ഒരു എയർക്രാഫ്റ്റ് ഇറക്കുന്നുണ്ട്. ഞങ്ങൾ അത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ട്രാക്ക് ചെയ്ത് മൊത്തം അതിന്റെ എയർ ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരുന്നു. 1.5 മണിക്കൂറിൽ എന്ത് തെരച്ചിൽ നടത്താനാണ്? കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ആയതാണ്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അത് അരമണിക്കൂർ കഴിഞ്ഞാണ്. അതിനുശേഷമുള്ള 1 മണിക്കൂർ ഇവർ ഇവിടെ തൊട്ട് ട്രിവാൻഡ്രം വരെ അത് പോയ സ്പീഡ് നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ പോലും അത്രയ്ക്ക് കണ്ണടിച്ച് തുറക്കുമ്പോഴത്തേക്ക് വേറെ എവിടെയോ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജനറൽ സെർച്ച് ആരെങ്കിലുമൊക്കെ പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഇപ്പൊ കളക്ടറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് പറയാനാണ് പറയുന്നത്. ഇപ്പം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോട് എങ്ങനെയാണ് ഒരു സമീപനം? ഇപ്പോൾ ഫിഷറീസ് വകുപ്പിൽ നിന്ന് മന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ബന്ധപ്പെടുവോ എന്തെങ്കിലും ചെയ്തിരുന്നു? ഫിഷറീസ് വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ മത്സ്യഫെഡിൽ നിന്ന് വന്ന് കാര്യങ്ങൾ തിരക്കിയിട്ട് പോകുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചാൽ 0 ആണ്. ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഫിഷറീസ് വകുപ്പിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസേഴ്സോ ആരും ഇതുവരെ കോൺടാക്ട് പോലും ചെയ്തിട്ടില്ല. ഒരു ജീവനായതുകൊണ്ടാണോ? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ അർജുന്റെ കാര്യം എടുത്താലും ഒരു ജീവന് വേണ്ടി തന്നെയല്ലേ നിങ്ങൾ ഇത്ര കോടി ചിലവാക്കിയത്? അപ്പം അവിടത്തെ ഒരു ജീവനും ഇവിടത്തെ ഒരു ജീവനും തമ്മിൽ നിങ്ങൾ എന്ത് ക്രൈറ്റീരിയ ഒരു ജീവന് കൽപ്പിക്കുന്നതെന്ന് നിങ്ങളൊരു മാനദണ്ഡം എഴുതി തയ്യാറാക്കി വരണം. മത്സ്യതീരത്തുള്ളവർക്ക് ഇത്രയും ക്രൈറ്റീരിയ, കരയിൽ ജീവിക്കുന്നവർക്ക് ഇത്രയും ക്രൈറ്റീരിയ, കരയിൽ ഒരു അപകടം ഉണ്ടായാൽ അത്രയും വില കൊടുക്കും, അല്ലെങ്കിൽ കടലിൽ ഒരു അപകടം ഉണ്ടായാൽ ഇത്രയും വിലയെ കൊടുക്കൂ എന്നുള്ളത് നിങ്ങൾ എഴുതി തരണം. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥയെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ ഉണ്ടായിരുന്നോ സാർ? എന്തായിരുന്നു സാർ അവസ്ഥ? ഒരു കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. നിങ്ങൾ ഇതിന് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് പബ്ലിക്കായിട്ടൊക്കെ നിങ്ങൾ മാപ്പ് പറയാൻ, നിങ്ങൾ ഏത് പത്രസമ്മേളനത്തിൽ വെച്ചാണോ നിങ്ങൾ ആക്ഷേപിച്ചത് അത് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കമ്മിറ്റിയുടെ ആരാണ് ഇരിക്കുന്നത്? ഇയാളല്ലേ ചെയർ? ഈ ചീഫ് മിനിസ്റ്ററല്ലേ ചെയർ? എന്ത് ആക്ഷനാണ് ഇയാൾ എടുത്തത്? കുറെ പ്രസിഡന്റ് മുമ്പിൽ നിന്ന് പച്ച കള്ളത്തരം വിളിച്ച് പറയാണ് ഹെലികോപ്റ്ററുകൾ ഇറക്കി. ഇന്നലെയും ഒരു ഹെലികോപ്റ്റർ ഇറക്കി. അത് ഇന്നലെ 1 മണിക്കൂർ ഓടി, ഇന്ന് 1 മണിക്കൂർ ഓടി. അങ്ങനെ പറയണം, വ്യക്തമായിട്ട് പറയണം. ഈ ഷിപ്പുകളൊക്കെ ഇറക്കി എന്ന് പറയുന്നല്ലോ. എത്ര ഷിപ്പുകൾ ഇറക്കി? ഞങ്ങള് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് തിരക്കുന്നുണ്ട്, ആ AD വിളിച്ച് തിരക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഡീറ്റെയിൽസും ഇയാൾ പറയുന്ന ഡീറ്റെയിൽസും തമ്മിൽ അന്തരമുണ്ട്.
എന്താണ് നോട്ടിക്കൽ മൈൽ എന്ന് പോലും അറിയാത്ത ഓഫീസേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ മാറ്റണം. ഈ ഫിഷറീസിലുള്ളവർക്ക് കടലിൽ പണിയെടുക്കുന്നവർക്ക് കടലിന്റെ ആഴവും അതിന്റെ തിരവും എങ്ങനെയാണെന്നുള്ളത് അവർക്കേ അറിയാത്തുള്ളൂ. അപ്പം ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആരുടെ കയ്യിലാണ് അത് കൊടുക്കേണ്ടത്? ആ റെസ്ക്യൂ ഓപ്പറേഷൻ കൊടുക്കേണ്ടത് കോസ്റ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ മത്സ്യത്തൊഴിലാളികളെ വിളിക്കുന്നുണ്ടല്ലോ പ്രളയങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. 85,000 പേരെയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ പ്രളയത്തിൽ രക്ഷിച്ചത്. ഇപ്പൊ തെരച്ചിൽ നടക്കുന്നുണ്ടോ? എന്താണ് ഇന്നത്തെ ഒരു അവസ്ഥ? ഇന്നത്തെ ഒരു അവസ്ഥ എന്താണെന്നോ ഇന്നലത്തെ പ്രോപ്പർ ആയിട്ടുള്ള അവസ്ഥ ഉണ്ടായെന്നോ നമുക്കറിയത്തില്ല. 2 ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു. 72 മണിക്കൂർ സെർച്ച് നടക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തന്നിട്ടാണ് അവര് നമ്മളെ വിട്ടത്. ഇത് ജോണിന്റെ മകനാണ്. ഇന്ന് എന്തോ ഒരു ഇൻഫർമേഷൻ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് വന്നല്ലോ, അതെന്താണ്? അതായത് 2 ഷിപ്പ് ഉണ്ടെന്ന് പറയും. ഇന്നലെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഇന്നലെ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഏരിയൽ സെർച്ച് തുടങ്ങും. രാവിലെ ഏരിയൽ സെർച്ച് ഉണ്ടാവും. അതിനുശേഷം 2 ഷിപ്പ് ഓൾറെഡി, ഒരു ഷിപ്പ് കൊച്ചിയിൽ നിന്ന് വരുന്നതും ഒരു വലിയ ഷിപ്പും, ബാക്കി 2 ഷിപ്പ് ഓൾറെഡി കടലിലുണ്ടെന്ന് പറയും. പക്ഷെ ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയത് രാവിലെ ഒരു ഏരിയൽ സെർച്ച് നടന്നില്ല. പിന്നെ എന്ത് വാഗ്ദാനമാണ് ഇവർ നമുക്ക് തന്നത്? പിന്നെ രണ്ടാമത്തെ കാര്യം, അത് വന്നപ്പോൾ 2 മണിയായപ്പോഴാണ് അതിന്റെ ടേക്ക് ഓഫ് നടക്കുന്നത്. ഇനി അടുത്ത് വരികയാണെങ്കിൽ അവര് 2 ഷിപ്പ്, കൊച്ചിയിൽ നിന്നൊരു ഷിപ്പ് വന്നപ്പോൾ വീണ്ടും ഒരു ഷിപ്പിനെ കാണാനില്ല. മീൻസ് 2 ഷിപ്പ് മാത്രമാണ് ഇപ്പൊ തെരച്ചിൽ നടക്കുന്നത്. എന്ത് തന്നെ ആയിക്കോട്ടെ, കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പ് ഇപ്പൊ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് ദിവസം എത്രയാണ്? 7ാമത്തെ ദിവസം. 7 ദിവസമായിട്ട് ഒരു വ്യക്തിയെ കാണാനില്ല. ഇതുവരെ ഒരു ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റാത്ത സിസ്റ്റമാണോ നമ്മുടെ കയ്യിലുള്ളത്? പുള്ളിക്കാരൻ എവിടെയാണ്? വെള്ളത്തിലാണോ കരയിലാണോ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സിസ്റ്റം പോലും നമ്മുടെ കയ്യിലില്ലേ? അങ്ങനെയുള്ള ഒരു കാലഘട്ടത്താണോ നമ്മൾ ജീവിക്കുന്നത്? ഇവർക്ക് ചോദിക്കാനുള്ള കഴിഞ്ഞ 6 ദിവസവും ഇവർ ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി അദ്ദേഹം കടലിൽ പോയി മത്സ്യബന്ധനത്തിന് പോയി, തന്റെ തൊഴിലിന്റെ ഭാഗമായി ഒരു ജോലിക്ക് കടലിലേക്ക് ഇറങ്ങിപ്പോയി. അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കുന്നു. അത് ഒറ്റയ്ക്കല്ല പോയത് എന്നുള്ളതാണ്. കൂടെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു. കൃത്യമായി അപകടമുണ്ടായ സ്ഥലം, സമയമടക്കം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഈ 2 മക്കളും ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അകത്തുണ്ട്. അവരിപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ? അത് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? വെള്ളത്തിലാണോ കരയിലാണോ? അതുപോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത സംവിധാനങ്ങളാണോ ഉള്ളത് എന്നുള്ള കാര്യമാണ് അവർ ചോദിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം പറയുകയുണ്ടായി, വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ട്. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ഒക്കെ ഇതിനുവേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഷിപ്പ് വരും, നേവിയുടെ സഹായം തേടുമെന്നൊക്കെ പറയുന്നതല്ലാതെ ഈ കുടുംബത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള തിരച്ചിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. ഇന്നലെ ഇപ്പോൾ കളക്ടറിനോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എഴുതി തരൂ, ആ രീതിയിൽ നടത്താമെന്നാണ്. ഇത് ഇവരാണോ പറയേണ്ടത് എന്നുള്ള ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഒരാളെ കാണാതാവുമ്പോൾ, കടലിൽ കാണാതാവുമ്പോൾ ഏത് രീതിയിൽ, എങ്ങനെ, ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തണമെന്നുള്ളത് ജില്ലാ ഭരണകൂടങ്ങളുടെയും ആ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ ചുമതലയാണ്. അല്ലാതെ വീട്ടിലിരിക്കുന്നവരെടുത്ത് നിങ്ങൾ പറയുന്നത് പോലെ തിരച്ചിൽ നടത്താമെന്ന് പറയുന്നതല്ല ന്യായം എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ജോണിന്റെ 2 മക്കളും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അടിയന്തരമായി കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് തന്നെയാണ് മാധു ഇവർ പറഞ്ഞു വെക്കുന്നത്. സാന്ദ്ര സജുവാണ് വിവരങ്ങൾ നൽകിയത്. സാന്ദ്ര, നമുക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആത്മരോഷമുണ്ട് എന്നത് വ്യക്തമാവുകയാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചുള്ള വിവരങ്ങളാണ് തേടേണ്ടുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, അവിടേക്ക് ഈ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള ഈ ബോട്ട് ആംബുലൻസുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അധികൃതർക്ക് സ്ഥലത്തെത്തി നിർദ്ദേശം നൽകേണ്ടി വന്നു. അതുവരെയും ഇവരുടെ ആവശ്യമോ ഇവരുടെ അഭ്യർത്ഥനയോ ഒന്നും മാനിച്ചുകൊണ്ട് ഇറങ്ങി ഒരു തിരച്ചിൽ ആരംഭിക്കാനുള്ള യാതൊരു ലക്ഷണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭാവപൂർവമായ നിലപാടോ അധികൃതർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം MLA മന്ത്രിയും ഒക്കെ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ആംബുലൻസുകളൊക്കെ ഈ കടലിലേക്ക് പോകാനൊക്കെ തയ്യാറായത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കാലത്തും ഈ പറയുന്ന വലിയ അവഗണന നേരിടേണ്ടി വരുന്നു. അവർക്ക് മുതലപ്പുഴ എപ്പോഴും വലിയൊരു പ്രശ്നമായി തുടരുന്നു. അതിന് പരിഹാരം കാണുന്നില്ല തുടങ്ങിയ വലിയ പരാതികളാണുള്ളത്. ഇപ്പോൾ മുതലപ്പുഴയിൽ ഇടപെടൽ ഉണ്ടാകും എന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പക്ഷെ 6 ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടു എന്ന് ബോധ്യമുണ്ടായിട്ട് 6 ദിവസം തിരച്ചിൽ പര്യാപ്തമല്ല എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. ഒരു സ്റ്റേറ്റിനോടല്ലാതെ വേറെ ആരോടാണ് ഇത് ഉന്നയിക്കേണ്ടത്?